ഇത് കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം പ്രിയ സുഹൃത്ത് സ്വന്തം മുറ്റത്തെ മാവിൽ നിന്നും നല്ല മൂപ്പെത്തിയവ മാത്രം നിലത്തു വീഴാതെ പറിച്ച് വൈക്കോലിൽ വെച്ച് പഴുപ്പിച്ച് ഒത്തിരി സ്നേഹത്തോടെ അതിരാവിലെ വീട്ടിൽ കൊണ്ടുവന്ന് നൽകിയതാണ്. തൊട്ട അയൽപക്കത്ത് താമസിക്കുന്നതാര് എന്ന് പോലും അറിയാത്ത ഈ നഗരജീവിതത്തിൽ സാധാരണ കാണാത്ത ഒരു കാര്യം അല്ലേ? സത്യം പറയാമല്ലോ, ആ സ്നേഹം പോലെ തന്നെ തേൻ മധുരമാണ് ഈ മാമ്പഴത്തിനും. മാത്രവുമല്ല, തേനൂറുന്ന ചില ഓർമ്മകളെ അത് മനസ്സിനുള്ളിൽ ഒന്ന് തൊട്ടുണർത്തുകയും ചെയ്തു. ഏറെ പണ്ട് നമ്മുടെ തറവാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മോനിപ്പള്ളിയിലെ ആ തറവാട്ടിൽ അങ്ങ് പടിഞ്ഞാറേ പറമ്പിൽ ഒരു വലിയ മാവുണ്ടായിരുന്നു. ഞങ്ങളതിനെ മൈലാപ്പ് മാവ് എന്നാണ് വിളിച്ചിരുന്നത്. ഏതെങ്കിലും പ്രത്യേക ഇനം മാവായിരുന്നോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങ് മാനം മുട്ട വളർന്ന കൂറ്റനൊരു മാവായിരുന്നു അത്. അതുകൊണ്ടെന്താ, ചേട്ടന്മാർ ഒരാളും കല്ലെറിയാൻ ആ മാവിൻ ചുവട്ടിൽ വരാറില്ലായിരുന്നു. എറിഞ്ഞാൽ എത്തണ്ടേ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾ ഒന്നടങ്കം ആ മാവിൻ ചുവട്ടിൽ എത്തും. കൂടെ ബന്ധുക്കളും അയൽക്കാരുമായ ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ കാണും. അവിടെ കയ്യാലയിൽ ധാരാളം തെങ്ങിൻ മടലുകൾ അങ്ങനെ കുത്തിച്ചാരി വെച്ചിരിക്കും. നല്ല സുഖമാണ് അതിലങ്ങനെ ചാരിയിരിക്കാൻ, ചാരുകസേരയിൽ ഇരിക്കുന്നത് പോലെ. പിന്നെ പ്രാർത്ഥനയാണ്. തെക്ക് നിന്നും ഒരു തെക്കന്നം കാറ്റോ അല്ലെങ്കിൽ വടക്ക് നിന്നും ഒരു വടക്കന്നം കാറ്റോ വീശിയടിക്കാൻ. എന്നാലല്ലേ ആ തേൻ മാമ്പഴങ്ങൾ വീഴൂ. ഇടയ്ക്ക് ആ പ്രാർത്ഥന ഫലിക്കും. ഞങ്ങൾ ആ മാമ്പഴങ്ങൾ ഓടിച്ചെന്നെടുത്ത് കൂട്ടിവെക്കും. ആളുടെ എണ്ണത്തിനൊപ്പം തികഞ്ഞിട്ട് വേണം തിന്നാൻ തുടങ്ങാൻ. പങ്കുവയ്ക്കലിൻ്റെ ആദ്യ പാഠം. ചിലപ്പോൾ ഏറെ നേരം കാത്താലും എണ്ണം തികയില്ല. അപ്പോൾ ചേച്ചിമാരിൽ ഒരാൾ ചെന്ന് ഒരു വട്ടയില ഒടിച്ചു കൊണ്ടുവരും. പിന്നെ മാമ്പഴങ്ങൾ പൂളി അതിൽ നിരത്തും. പിന്നെ ഒരു തീറ്റയാ, കണ്ണും പൂട്ടി. മാങ്ങയണ്ടി കളയാതെ പലരും കയ്യിൽ കരുതും. എന്തിനെന്നോ, ഇടയ്ക്ക് ആരുടെയെങ്കിലും പേര് വിളിക്കും. ആൾ വിളി കേട്ടാൽ കയ്യിലെ മാങ്ങയണ്ടി ദൂരേക്ക് ഒരൊറ്റയേറ. കൂടെ നീ മാങ്ങാണ്ടിക്ക് കൂട്ടുപോ എന്നൊരു പറച്ചിലും. ആ പാവം വല്ലാതെ വിളറും. ഈ സമയമൊക്കെ അയലത്തെ വീട്ടിൽ നിന്നും ആകാശവാണിയിലെ രഞ്ജിനി മധുരമായി പാടുന്നുണ്ടാവും ആ മധുര മനോഹര മലയാള ഗാനങ്ങൾ. ചില ദിവസങ്ങളിൽ സിലോൺ റേഡിയോയിൽ നിന്നും ആഴിത്തിരമാലകൾ, അഴകിൻ്റെ മാലകൾ ഏറിയും കുറഞ്ഞും തിരമാലകളായി ഒഴുകിയെത്തും. ഏതാണ്ട് വൈകുന്നേരമാകുമ്പോൾ തറവാട്ടിൽ നിന്നും നീട്ടിയൊരു വിളി കേൾക്കും. മാനേ വായോ. അച്ചമ്മയാണ്. ഞങ്ങൾ അമ്മയെന്നാണ് വിളിക്കുക. സ്നേഹം കൂടുമ്പോൾ അപ്പാമ്മയെന്നും. അപ്പാമ്മ എല്ലാവരെയും മോനെ എന്നല്ല മാനെ എന്നാണ് വിളിക്കുക. അത് കേട്ടാൽ പിന്നെ ഞങ്ങൾ കുട്ടികൾ ഒരോട്ടമാണ്. അവിടെ കട്ടൻ ചായയും കൂടെ എന്തേലും പലഹാരവും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. കൊഴുക്കട്ടയോ പൂച്ചയപ്പമോ ഗോതമ്പിൻ്റെ അടയോ അവൽ നനച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉറപ്പാ. തറവാട്ടിലെ ആ അപ്പാമ്മ ഇന്നില്ല. പടിഞ്ഞാറേ പറമ്പിലെ ആ മൈലാപ്പമാവും. പക്ഷേ ആ ഓർമ്മകൾ അതിന്നും തരിമ്പും ഒളിമങ്ങാതെ മനസ്സിൻ്റെ അകത്തളത്തിൽ ഇന്നുമുണ്ട്. ഒരു പീലി പോലും കൊഴിയാതെ. ഓരോ മധുര മാമ്പഴങ്ങൾ കാണുമ്പോഴും അതൊന്ന് പതുക്കെ ചിറകു കുടയും. ഓർമ്മകൾക്കെന്തു സുഗന്ധം, എൻ ആത്മാവിൻ നഷ്ട സുഗന്ധം. സ്നേഹപൂർവ്വം, ബിനു മുനിപ്പള്ളി.